ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും എല്ലാ മനുഷ്യ മനസ്സുകളെ കവർന്നെടുത്ത പ്രസംഗത്തിന്റെ ഉടമയായ ഒരാൾക്കും തിരിച്ച് പ്രസംഗിക്കാൻ സാധ്യമില്ലാത്ത പ്രസംഗത്തിന്റെ പ്രഭാഷണത്തിന്റെ ഉടമയായ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ഈശാ അല്ലാഹ് ഏതാനും നിമിഷത്തിന്റെ അകം നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരാനുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ അംഗവുമായ നമ്മുടെ എല്ലാ പ്രവർത്തനത്തിനും നമുക്ക് വേണ്ടി എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് നൽകി തരാനുള്ള നമ്മുടെ ഈ ജില്ലയുടെ ഏറ്റവും വലിയ പണ്ഡിതനായ ബഹുമാനപ്പെട്ട അബ്ദുൽ ജബ്ബാർ ഉസ്താദ് മിത്തവയിൽ അവറുകൾ, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമുക്ക് കന്നഡ പ്രസംഗം പറഞ്ഞു തരാനുള്ള ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഫൈസി ബപ്പലിക, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമുക്ക് പ്രാസ്താവിക ഭാഷണം നടത്താനുള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹനീഫ് അലി ചട്ടഞ്ചാൽ അവர்களுം നമ്മുടെ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ഈ പരിപാടിയിലെ ഏറ്റവും വലിയ വിജയമായ മഗ്‌രിബിന്റെ ശേഷം നടക്കാനുള്ള ബഹുമാനപ്പെട്ട ഹസൻ സഖാഫി അവറുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ മറ്റവർക്കുള്ള പാലയത്തിൽ നിന്ന് നമ്മുടെ സമസ്തയിലേക്ക് ഈ അടുത്ത് കടന്നു വന്ന മലയമ്മ സഖാഫി അവറുകളും ഏതാനും നിമിഷത്തിന്റെ അകം നമ്മുടെ വേദിയെ ധന്യമാക്കാറുണ്ട്. അവരുടെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരാനുള്ള ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങൾ അവരുടെയും സ്വാഗതം ചെയ്യുന്നു. അതേപോലെ പുത്തൂർ തങ്ങളവറുകൾ, ആത്തൂർ തങ്ങളവറുകൾ, ഷറഫുദ്ദീൻ തങ്ങളവറുകൾ അവരുടെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ഈ ജമാഅത്തിന്റെ ചുക്കാണി പിടിച്ചുകൊണ്ടിരിക്കുന്ന മുഹീദ്ദീൻ ജമാഅത്ത് പള്ളി ഗഡിയാർ ഇതിന്റെ മുദരീസും ഖത്തീബുമായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ദാരിമി അവരുടെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ജമാഅത്തിന്റെ ഈ ഗഡിയാർ ജമാഅത്തിന്റെ പ്രസിഡന്റായ നസീർ ഫല്ലാഹ് അവരുടെയും സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ SKSSFന്റെ പ്രധാന കാര്യദർശിയായ സദഖത്തുല്ലാ ഫൈസി അവരുടെയും സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ സമസ്ത മദ്രസയുടെ മുഫത്തിഷായ MH ഖാസിം മുസ്ലിയാർ അവരുടെയും സ്വാഗതം ചെയ്യുന്നു. അതേപോലെ മദ്രസ മാനേജ്മെന്റ് അധ്യക്ഷനായ മൊയ്തീൻ അബ്ബ ഹാജി മംഗലാപുരം അദ്ദേഹം വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ മെട്രോ ഷാവുൽ അമീദാജി അവர்களுം നമ്മുടെ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ആസ്കോ, അതേപോലെ PM ഇബ്രാഹിം ദാരിമി കടബ അദ്ദേഹം നമ്മുടെ വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ അബ്ദുൽ ലത്തീഫ് മദർ ഇന്ത്യ നമ്മുടെ യുവാക്കൾക്കുള്ള ആവേശമായ നമ്മുടെ ഈ സമസ്തയുടെ ഏത് കാര്യത്തിന് വേണ്ടിയും മുൻപന്തിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അബ്ദുൽ ലത്തീഫ് മദർ ഇന്ത്യ അവர்களுം നമ്മുടെ വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ സാൽമാറ തങ്ങളവറുകൾ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മുഹമ്മദ് ഹനീഫ് ഉദവി ചട്ടഞ്ചാൽ അവരുടെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ സമസ്തയുടെ പ്രഗത്ഭ നേതാവായ നൗഷാദ് ആജി അവറുകളും നമ്മുടെ വേദിയെ ധന്യമാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ മദ്രസയുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസയുടെ മുഫത്തിഷായ അരിഫ് ഹുസ്നിയാർ ഗോൽത്തമജൽ അദ്ദേഹം നമ്മുടെ വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ഈ പരിപാടിക്ക് നല്ലവണ്ണം പ്രവർത്തിക്കുകയും ചെയ്ത റഫീഖാജി മദ്രസ മാനേജ്മെന്റ് കാര്യദർശി അവர்களுമുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ കല്ലടക്ക ഗോൽത്തമജൽ ആചാർ അവர்களுം നമ്മുടെ വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ കല്ലടക്ക മുദരീസ് നമ്മുടെ കർണാടകയിൽ ഏറ്റവും വലിയ കന്നഡ പ്രസംഗത്തിൽ വളരെയേറെ
പ്രശസ്തി അർപ്പിച്ച ബഹുമാനപ്പെട്ട ഐതറുദാരമി മുദരിസ് കല്ലടക്ക അവറുകളും നമ്മുടെ വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ പാത്തു കന്യാന ഫൈസി അവറുകളും നമ്മുടെ വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്റെ സ്വാഗത പ്രസംഗം തൽക്കാലം നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അബ്ദുൽ ജബ്ബാർ ഫൈസി അവരുടെ വേദിയിലിരിക്കുന്ന സദാർത്ഥികളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, നല്ലവരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാരെ, മണി ശാഖ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അനുസ്മരണ സമ്മേളനവും ക്ലസ്റ്റർ സമ്മേളനവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഗമം സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇതിന് ഇരുലോകത്തും അല്ലാഹു പ്രതിഫലം നൽകുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഹലാൽ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റുകയും ചെയ്യുമാറാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. എസ്കെഎസ്കെന്റെ ആഭിമുഖ്യത്തിൽ വളരെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങളാണ് കേരളത്തെ പോലെ തന്നെ കർണാടകയിലും നടക്കുന്നത് എന്നുള്ളതിൽ വളരെയധികം സന്തോഷം. നാം ഇന്നിവിടെ സംഗമിച്ചിട്ടുള്ളത് 4 പതിറ്റാണ്ടുകാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് ദിശാബോധം നൽകിയ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ അനുസ്മരണ ചടങ്ങിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനവറുകളോടൊത്ത് നമ്മെ ഇവരെയും അല്ലാഹുവിന്റെ ജന്നാത്തുൽ നഈമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിച്ചുകൂടാൻ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാനവറുകൾ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. തന്റെ ജീവിതം മുഴുവൻ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം നൽകിയ മഹാനായിരുന്നു ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു അൻഹു. മഹാനവറുകളെ അനുസ്മരിക്കുന്നതിലൂടെ നാം ലക്ഷ്യമിടുന്നത് പുതിയ തലമുറക്ക് മഹാനായ ശംസുൽ ഉലമയെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ, ആ മഹാനെ പിൻപറ്റിക്കൊണ്ട് നാം ജീവിക്കാനുമുള്ള പ്രചോദനമാണ് നാം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് വെക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന് ബഹുജനങ്ങളുടെ പിന്തുണ ലഭിക്കുന്നത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാൻ സാധിക്കും. സുന്നത്ത് ജമാഅത്തിനെതിരെ നിരവധി വെല്ലുവിളികൾ നേരിട്ടപ്പോഴൊക്കെ തന്നെ തന്റെ കർമ്മശാസ്ത്ര പാണ്ഡിത്യത്തിലും കേരളത്തിലെയും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുമുള്ള ജനവിഭാഗങ്ങൾക്ക് ദിശാബോധം നൽകിയിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും താബിഈകളും പണ്ഡിതന്മാരും കാണിച്ചു കൊടുത്ത ആ മഹിതമായ പാതയിലൂടെ അടിയുറച്ചു നിർത്തുന്നതിൽ
ഷംസുൽ ഉലമ നബ്റുല്ലാഹു മർക്കദ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കും. വരക്കൽ മുല്ലക്കോയ തങ്ങളും തുടർന്നുള്ള പണ്ഡിത മഹത്തുക്കളും രൂപീകരിച്ച സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനം വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് ഷംസുൽ ഉലമയുടെ കാലഘട്ടത്തിൽ പോയപ്പോൾ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ മഹാനവറുകളുടെ ആ പക്വമായ നേതൃത്വത്തിലൂടെ സാധ്യമായി എന്ന് നമുക്കറിയാവുന്നതാണ്. യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ സന്ദേശങ്ങളാണ് മഹാനവറുകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മഹിതമായ പാഠം. വിധേയ പ്രസ്ഥാനക്കാർക്കെതിരെയും മറ്റു മിഷനറി പ്രവർത്തനങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ വിഘടിത പ്രവർത്തകന്മാർക്കെതിരെയും ഒക്കെ തന്നെ ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് യഥാർത്ഥ അഹ്ലു സുന്നത്ത് ജമാഅത്ത് സന്ദേശങ്ങൾ നമുക്ക് മഹാനായ ഷംസുൽ ഉലമ വരച്ച് കാണിച്ചു തരികയുണ്ടായി. ആ മഹിതമായ പാതയിലൂടെ കേരളത്തിലെയും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെയും ഒക്കെ തന്നെ ജനവിഭാഗങ്ങൾ അടിയുറച്ചുകൊണ്ട് പ്രവർത്തിച്ചു. അതുകൊണ്ട് യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത് സന്ദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ധാർമ്മിക പ്രസ്ഥാനം സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനം മാത്രമാണ് എന്ന് വിളിച്ചോതുന്ന തരത്തിലുള്ള വമ്പിച്ച സമ്മേളനമായിരുന്നു 85ാം വാർഷികത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ മലപ്പുറം ജില്ലയിലെ കൂരിയാട് വെച്ച് നമുക്ക് ഏവർക്കും കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു യഥാർത്ഥം. സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ തകർക്കാൻ ഒരു ശക്തിക്കും തന്നെ കഴിയുകയില്ല എന്ന് വിളിച്ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ മഹത്തായ പ്രസ്ഥാനം അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ്. നിസ്വാർത്ഥരും നിഷ്കളങ്കരും ആരിഫീങ്ങളും ഔലിയാക്കളുമായ